അനീസിനെ കൊന്ന കേസിൽ ഞാനും കണകണയും കുഞ്ഞുട്ടിയും പരിപ്പും 45 ദിവസം റിമാൻഡിൽ പോയി. ഫാമിലേക്ക് പന്നീനെ ഇറക്കണത് തൽക്കാലം നിർത്തിവെച്ചേക്കാണ്. മരംകൊത്തി സാക്ഷി പറയുന്നുള്ളതുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടൽ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് വക്കീൽ പറയണത്. ഈ അനീസ് എന്ന് പറഞ്ഞ വെടിമറുള്ള ഒരു മെയിൻ കൊട്ടേഷൻ ടീമാ. പിന്നെ ചത്തേനേക്കാരും വലിയ ആളയിലുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ കുറേ കസിൻ പിള്ളേരുണ്ട്. എടോ വെടിമറുള്ള പിള്ളേരെ പേര് അബു അലിബോ അങ്ങനെ കുറച്ച് പിള്ളേര്. സാറേ നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല, ഒക്കെ അവന്മാര് ചെയ്തോളും. വഴി മറിക്കടാ. ആ ചെറുക്കനെ ബോംബെറിഞ്ഞൊന്നും പറഞ്ഞ് നീയൊക്കെ റോഡിൽ കൂടെ നെഞ്ചു പിരിച്ച് നടന്നാ നിന്റെ ഇറച്ചിയുമ്പോൾ മണ്ണാവും. നിന്നെ ഒന്ന് റോഡിൽ നിന്ന് വാരിക്കൂട്ടിലല്ല എൻ്റെ പണി. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാണ്ട് വിളച്ചിലെടുക്കാനാണെങ്കിൽ ഇടിച്ച് പൂട്ടിലും പൊളിക്കും. മനസ്സിലാണോ? ये तो यूरुम है, इससे ऑयल कपड़े में रखना पड़ेगा. ഇരുമ്പിന്റെ തോക്കാന്ന് എണ്ണ തുണിയിൽ പൊതിഞ്ഞു വെക്കണം. ये तो पिक्चल का है, इससे कुछ मुश्किल नहीं है, कुछ प्रॉब्लम नहीं है. അതെ, ഈ വെടിമറ അന്വേഷിച്ച് മരിച്ചതിന്റെ പേരിൽ രാജന് രവിക്ക് യാതൊരു വിഷമം ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ ആകെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ അളിയൻ ചക്കൻ സാക്ഷി പറയും. അവൻ മിണ്ടായിരിക്കണെങ്കിലും രവി എന്നെ വിചാരിക്കണം. ഭയങ്കര വിശപ്പണേ, രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതാ. അല്ല സുരേഷ്, ചെക്കൻ്റെ വീട്ടുകാർ? അത് ഞാൻ അന്വേഷിച്ചു. പ്രായമുള്ള ഒരു അമ്മയും 8ലും 9ലും അങ്ങോട്ടോ പഠിക്കുന്ന ഒരു പെങ്കോസുകളെ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷെ അതല്ല പ്രശ്നം. അവൻ്റെ കുറച്ച് കസിൻസ് പിള്ളേരുകളുണ്ട്. അവന്മാരൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ടൈപ്പ് അല്ല. അവരെ ഡീൽ ചെയ്യണമെങ്കിലും രവി തന്നെ വേണം. പ്യൂറായിട്ടെങ്കിലും സംസാരിക്കണേ. രവിനെ ഞാൻ ആദ്യം ഒന്ന് കാണട്ടെ, എന്നിട്ട് അവൻ എന്താ പറയാനോടൊന്ന് കേൾക്കട്ടെ. അതിനുശേഷം നമ്മൾ തമ്മിലൊരു മീറ്റിംഗ് വെക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ, വഴിയുണ്ടെന്ന്. ചായ കഴിക്കേ. എന്താ ലിച്ചി വിളിച്ചത്? നീ ആ സഖി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെന്താ? എടാ, ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളെ പോലെയല്ല, അവളൊരു ക്വാളിറ്റിയുള്ള കൊച്ചാ. നീ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞ അവളോട് സംസാരിക്ക്. ഞാൻ അവളോട് എന്ത് പറയാനാണ്? നീ ഒന്ന് ചെന്നേ, ഞാൻ ക്ലാസ്സിന് വിളിച്ചിറക്കി കൊണ്ടുവന്ന അവളെ. നീ ചെല്ല്. പെപ്പ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. ഞാൻ ആ കേസിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഫോണാണെങ്കിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. നിന്റെ പപ്പയും മമ്മി തിരിച്ചു പോയോ? പെപ്പയുടെ ഫാദർ വന്നിട്ടുണ്ടല്ലേ? എന്ന് പോവും? ഇല്ല, അപ്പച്ചനെ തിരിച്ചു പോകാം. സർ, എന്താ വേണ്ടത്? കോഫി വരണം. ഒരു കോഫി. എനിക്കൊന്നും വേണ്ട. ഓക്കെ സാർ. പെപ്പേ, ഞാനിനി എന്താ ചെയ്യണ്ടേ? നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? പപ്പയും മമ്മിയും കോഴ്സ് നിർത്തി തിരിച്ച് പോരാൻ പറയാണ്. എന്തിനാണ് നീ കോഴ്സ് നിർത്തിട്ട് പോണത്? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ? സഖി, ഞാനിപ്പോൾ ഒരു കൊലക്കേസിലെ 1ാം പ്രതിയാണ്. നീ ആദ്യം അത് മനസ്സിലാക്കി. താങ്ക്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ലൈഫായിരിക്കില്ല ഇനി അങ്ങോട്ട്. നിന്റെ പാരൻസിനെ ഞാൻ കണ്ടതല്ലേ? അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരൊന്നല്ല, ലോകത്ത് ഒരു പാരൻസ് എന്നെപ്പോലെ ഒരാൾക്ക് സ്വന്തം ആൾ കെട്ടിച്ചേരില്ല. ഇനിയിപ്പോൾ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. സഖി, നീ എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പോയാൽ മതി. ഞാൻ വേണമെങ്കിൽ നിൻ്റെ പപ്പയുടെ അടുത്ത് സംസാരിക്കാം. ഇനി ഞാൻ ആ കേസിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരിക്കും. ഇനിയിപ്പോൾ ഫോണാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്കിനി എന്നാ കാണാൻ പറ്റണമെന്നൊന്നും പറയാൻ പറ്റില്ല. പെപ്പെ, നമ്മൾ ബ്രേക്കപ്പ് ആവുന്ന കാര്യമാണ് പെപ്പി പറയുന്നത്.
നീ ഒന്ന് കരയാതിരിക്കും, ആൾക്കാരാണ്. നീ കാപ്പി കുടിക്കും, ഞാൻ ഇറങ്ങാണ്. ക്ലാസ് ചെയ്ത് വിളിച്ചിറക്കിയിട്ട് സംസാരിക്കാൻ കൊണ്ടുതന്നെ എന്നിട്ട് ഇതോടെ നീ ഉള്ളു സംസാരിച്ചേ. പിന്നെ ഞാൻ എന്താണ് ചേച്ചി അവളോട് പറയണത്? ഒന്ന് പതുക്കെ പറയടാ. ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി തോട്ടേറിനല്ല, അവൻ മതിൽമേന്ന് കാലേറ്റി വീണപ്പോൾ തോട്ടം ഏത്തുകൊണ്ട് മരിച്ചു പോയതാണെന്ന് പറയണായിരുന്നു. അത് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങണവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയണായിരുന്നോ? ലിച്ചി പറ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞോ? കഴിഞ്ഞു. താങ്ക് യു. ലിച്ചി പറ. വിഷമമൊക്കെ എനിക്കുണ്ട്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പെപ്പെ, ആ ലിച്ചി, ഈ കേസിന് സാക്ഷികളുണ്ട്, അകത്തുനിന്ന് ഉറപ്പാണ്. ചേട്ടാ